അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സത്യവിശ്വാസികളുടെ നേതാക്കന്മാരായ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവചരിത്രം മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളെല്ലാവരും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായി അവരുടെ ജീവിത രീതി പറയാനും അതോടൊപ്പം അവരുടെ ജീവിതം നമുക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഗുണപാഠങ്ങൾ, ആ ഗുണപാഠങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഒരുപക്ഷെ ഒട്ടേറെ വിശദമായി പറയേണ്ട പല ചരിത്രങ്ങളും കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പറയുമ്പോഴുള്ള ചില കുറവുകൾ സംസാരങ്ങളിൽ ഉണ്ടാവാം. എങ്കിലും പൂർണ്ണമായിക്കൊണ്ട് തന്നെ വിഷയത്തോട് നീതി പുലർത്തി പ്രമാണബദ്ധമായിക്കൊണ്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം കൃത്യമായി പറഞ്ഞ് അത് നമുക്ക് ബോധ്യപ്പെട്ട് നമ്മുടെ മുൻഗാമികളോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഏതൊരു വിഷയം പറയുമ്പോഴും സ്വാഭാവികമായിട്ടും ചില ചിന്തകൾ ആദ്യം നമ്മളൊന്ന് പരിഹരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. എല്ലാവർക്കും സ്ക്രീനിൽ കാണുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് ഖസസുൽ അംബിയ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ. ഖസസ് എന്ന് പറഞ്ഞാൽ ചരിത്രം അല്ലെങ്കിൽ കഥകൾ എന്നൊക്കെയാണ് പറയുക. കേവലം ഒരു കഥ എന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതമാണ് നമുക്ക് പറയാനുള്ളത്. എന്തിന് ആ ഒരു പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കണം? അവരുടെ ചരിത്രം എന്തിന് മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ, സാധാരണ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അവരുടെ ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് ആളുകളെ കുറിച്ച് ഐതിഹ്യങ്ങളിലൂടെയും കഥകളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പുണ്യപുരുഷന്മാരായി പലരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവരുടെ എല്ലാം വ്യക്തിജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ ഉഷാറാണെങ്കിലും മറ്റു പല മേഖലകളിലും അവർ അങ്ങേയറ്റം പോരായ്മയുള്ളവരായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നായകന്മാരെ കുറിച്ചോ കായിക താരങ്ങളെ കുറിച്ചോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ, അത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയവരാണെങ്കിലും ശരി, അവരുടെ എല്ലാം ജീവിതം ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ ശോഭിച്ചു നിൽക്കുമ്പോൾ പോലും അവർ അവരുടെ കുടുംബ ജീവിതത്തിൽ തീർത്തും പരാജയപ്പെട്ടവരായിരുന്നു. അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അധികാരം കൈയാളുമ്പോൾ പോലും അവർ സാമ്പത്തിക രംഗത്ത് അങ്ങേയറ്റം മോശപ്പെട്ടവരായിരുന്നു. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ പലരെക്കുറിച്ചും നമ്മൾ വായിച്ചു പഠിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ
നമ്മുടെ നേതാക്കന്മാരായ പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ, അവർ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള റോൾ മോഡലുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാനുണ്ട്. അപ്പൊ എന്തിന് നമ്മൾ പഠിക്കണം? ഈ ഒരു വിഷയത്തിൽ നിന്ന് ചില ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഈ ഒരു ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് പ്രവാചകന്മാർ എന്ന ഒരു ചോദ്യമാണ്. ആരാണ് പ്രവാചകന്മാർ? നമ്മൾ പ്രവാചകന്മാരൊന്നും അല്ലല്ലോ, നമ്മളാരും പ്രവാചകന്മാരല്ല. പിന്നെ ആരാണ് പ്രവാചകന്മാർ എന്ന് ചോദിച്ചാൽ നേരെ ശ്രദ്ധിക്കണം. മനുഷ്യരെ മാർഗദർശനം ചെയ്യാൻ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ദൂതന്മാരാണ് പ്രവാചകന്മാർ. ആ വാചകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യർക്ക് വേണ്ടിയാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർ മാർഗദർശനം ചെയ്യുന്നവരാണ്. അവരാകട്ടെ മനുഷ്യരിൽപ്പെട്ടവരുമാണ്. അള്ളാഹുവാണ് തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാർ. ഇത് ഓരോന്നും നമുക്കൊന്ന് വിശദീകരിക്കാനുണ്ട്. ഇപ്പൊ ഒറ്റ വാക്കിൽ നമ്മൾ ഈ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി പറയാം. മനുഷ്യരെ മാർഗദർശനം ചെയ്യാൻ മനുഷ്യരിൽ നിന്ന് തന്നെ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ദൂതന്മാരാണ് പ്രവാചകൻ. ഇതിൽ ഓരോന്നും നമുക്ക് വിശദീകരിക്കാനുണ്ട് കേട്ടോ. ആരാണ് നബിമാര്, ആരാണ് റസൂലുകൾ, എന്താണ് നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ പ്രവാചകന്മാർ എത്ര ആളുകളുണ്ട്, അതിൽ പറയപ്പെട്ടവരാരൊക്കെയാണ്, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാം. അതിൽ ആദ്യം നമുക്ക് പറയാനുള്ളത് ആരാണ് പ്രവാചകന്മാർ എന്നുള്ളതിൽ ആദ്യം പറഞ്ഞു മനുഷ്യർക്ക് മാർഗദർശനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ശരിക്കും പ്രവാചകന്മാരുടെ നിയോഗം എന്ന് പറഞ്ഞാൽ അതാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാനാണ് പ്രവാചകന്മാർ. മനുഷ്യർക്ക് അറിയൂല യഥാർത്ഥ വെളിച്ചം എന്താണെന്നുള്ളത്, അവർക്ക് അറിയൂല. എവിടെയാണ് സത്യം എന്നുള്ളത് മനുഷ്യർക്ക് പറയാൻ കഴിയൂല. അപ്പോ എല്ലാവർക്കും ഒരു 10 ആളെ കൂട്ടിയിട്ട് പറയാണ്, ഒരു 10 ആളെ നമ്മൾ ഇരുത്തിയിട്ട് അവരോട് നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നതൊക്കെ ഉണ്ട് എഴുതിക്കോളി, നിങ്ങൾക്ക് മോശം എന്ന് എഴുതി പിന്നെ തോന്നുന്നതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളി, അല്ലെങ്കിൽ അത് രണ്ടും 2 പേപ്പറിലായിട്ട് എഴുതി തരൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നല്ലതെന്ന് തോന്നിയത് മറ്റൊരാൾക്ക് ചീത്തയാവാം, ഒരാൾക്ക് ചീത്തയെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് നല്ലതാവാം. അല്ലെ? 10 ആളുണ്ടെങ്കിൽ 10 അഭിപ്രായങ്ങൾ അല്ല അതിലേറെ അഭിപ്രായങ്ങളുമായിട്ടാണ് ഉണ്ടാവുക. ഒരിക്കലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് നന്മ, എന്താണ് തിന്മ, ഇതൊന്നും കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കാൻ മനുഷ്യർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അത് കൃത്യമായി അറിയിച്ചു കൊടുക്കും. ഞാനിങ്ങനെ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പല തിന്മകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥം അല്ലെങ്കിൽ ലഹരി, ആ ലഹരി ഇന്നത്തെ ചില തലമുറകൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പറയുന്നത് അത് ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. അല്ലെ? അവര് പറയുന്നു ലഹരി ഉപയോഗിക്കണം, അത് നോർമലൈസ് ചെയ്യപ്പെടണം, അത് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം, അതിനെ വളർത്താനും അതിനെ കച്ചവടം ചെയ്യാനും ഒക്കെ മറ്റു പല രാജ്യങ്ങളിലുണ്ടല്ലോ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തുടങ്ങിക്കൂടാ? ഇത് ചില ആളുകൾ പറയുമ്പോൾ മറ്റു ചില ആളുകൾ പറയുന്നു അല്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അത് തെറ്റാണ്. ഒരു വിഭാഗം തെറ്റെന്ന് പറയാ, മറ്റൊരു വിഭാഗം അത് തെറ്റല്ല എന്ന് പറയാ. ഒരു വിഭാഗം കള്ള് കുടിക്കുക എന്നുള്ളത് തെറ്റാണെന്ന് പറയാ, മറ്റൊരു വിഭാഗം തെറ്റല്ല എന്ന് പറയാം. അപ്പൊ ഇതിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. അതായത് ഇപ്പൊ കച്ചവടം ഹലാലാണോ ഹറാമാണോ? കച്ചവടം ഹലാലാണോ ഹറാമാണോ? എന്താണ് എല്ലാവരും അഭിപ്രായം എന്ന് പറയട്ടെ. കച്ചവടം ഹലാലാണ് അല്ലെ? കച്ചവടം ഹലാലാണ്. എന്നാൽ പലിശ ഹറാമാണ്. നേരെ ശ്രദ്ധിക്കണുണ്ടോ? എന്തിനാണ് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ
ആ ചോദ്യത്തിന്റെ മറുപടിയാണ് പറയുന്നത്. കച്ചവടം ഹലാലും പലിശ ഹറാമുമാണ്. എന്നാൽ സത്യത്തിൽ രണ്ടിനും ഉള്ള ലക്ഷ്യം എന്താണ്? ഒരാൾ കച്ചവടം ചെയ്യുന്നത് അതിലൂടെ നഷ്ടം സംഭവിക്കാനല്ല, അയാൾക്ക് ലാഭം കിട്ടണം എന്ന് തന്നെയാണ് അയാൾ ആഗ്രഹിക്കുന്നത്. ഒരാൾ പലിശക്ക് കൊടുക്കുമ്പോൾ അതിലൂടെ ഒരിക്കലും അയാൾ നഷ്ടം ആഗ്രഹിക്കുന്നില്ല, ലാഭം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നത് ലാഭമാണ്. പക്ഷെ നമ്മൾ പറയും കച്ചവടം ഹലാലാണ്, പലിശ ഹറാമാണ്. എങ്ങനെ പറയാൻ പറ്റും? അതൊരു പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത് പ്രമാണങ്ങളിലൂടെ നന്മ തിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ പ്രവാചകന്മാർ കടന്നു വന്ന് ആ പ്രവാചകന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് പലിശ പാടില്ല, നിങ്ങൾ ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പ് നടത്തല്ലേ, നിങ്ങൾ ഇങ്ങനത്തെ ലഹരി ഉപയോഗിക്കല്ലേ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് ഇങ്ങനെ പെരുമാറണം. ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കി കൊടുക്കാൻ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. അതിനെന്നെയാണ് പ്രവാചകന്മാർ. എന്തിനാ പ്രവാചകന്മാർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ്, നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ നമ്മള് ഇപ്പോ ആരാണ് പ്രവാചകന്മാർ എന്ന് പറഞ്ഞു, എന്തിനാണ് പ്രവാചകന്മാരുടെ നിയോഗം എന്നും പറഞ്ഞു. ഇനി അടുത്തത്, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അല്ലെ? പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്. എന്തുകൊണ്ട് മനുഷ്യരാക്കി? എന്തുകൊണ്ട് അള്ളാഹുവിന് മലക്കുകളെ പറഞ്ഞയച്ചൂടാ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഏലിയൻ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അന്യഗ്രഹ ജീവിയായിട്ടുള്ള ഒരാളെ പറഞ്ഞയച്ചൂടാ? ഇത് നിങ്ങളാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത്. ഇത് നമ്മൾ എഴുതി തരൂല, ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്ററാക്ടിങ് ആയിരിക്കും. ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്, അല്ലാതെ എന്തല്ല ഒരു പ്രസംഗമല്ല ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്നാലും ചോദ്യം അതാണ്, പ്രവാചകന്മാരെല്ലാം മനുഷ്യരാണ്. എന്തുകൊണ്ട് അള്ളാഹു പ്രവാചകന്മാരെ മനുഷ്യരായി പറഞ്ഞയച്ചു, മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട ഒരാളെയും ആരും? ഇവിടെ ഫസ്ന, ഓക്കെ, മനുഷ്യർക്ക് മനുഷ്യരെ റിലേറ്റ് ആകാൻ കഴിയും, ഓക്കെ, ആക്കാൻ കഴിയും, ഓക്കെ ഓക്കെ അഹ്സൻതി. മനുഷ്യ അവസ്ഥകൾ അറിയാൻ വേണ്ടി, ഓക്കെ, ഭൂമിയിൽ ഉള്ളത് മനുഷ്യരാണ്. ഭൂമിയിൽ മനുഷ്യര് മാത്രമല്ലല്ലോ ഉള്ളത്, ഭൂമിയിൽ മനുഷ്യര് മാത്രമൊന്നല്ല, ജിന്നുകളും ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് മലക്കുകളും ഉണ്ട്. മലക്കുകളൊക്കെ മനുഷ്യന്മാരുടെ ഭൂമിയിൽ തന്നെയുള്ള മലക്കുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നവർ. മനുഷ്യരുടെ പ്രശ്നങ്ങൾ അറിയാൻ, മനുഷ്യരുടെ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് പ്രവാചകരിലും ഉണ്ടാകും. ഓക്കെ ഓക്കെ, അവർക്ക് പരീക്ഷണം ഉണ്ടാകും. ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ മാഷാ അല്ലാ, എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് പറയാണ്, ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട്, പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, പ്രവാചകന്മാർ വരുന്നത് മനുഷ്യരിലേക്കാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് മറ്റു മനുഷ്യർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി ഒരു മലക്കാണ് വന്നത് എന്ന് വിചാരിച്ചു, ഒന്ന് മനുഷ്യരെ കാണുന്നത് പോലെ മലക്കിനെ കാണാൻ ഒരു പക്ഷേ മനുഷ്യർക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ഇനി അല്ല, മനുഷ്യർ കാണുന്ന രൂപത്തിൽ തന്നെ മലക്കുകൾ പ്രത്യക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ, മനുഷ്യർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിച്ചോ, എന്നാൽ പോലും ആ മലക്കുകൾ വന്നുകൊണ്ട് നമ്മളോട് നിയമങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി സ്വീകരിക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മനുഷ്യർ അതിന് സന്നദ്ധമാവണമെന്നില്ല. നേരെ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മളെല്ലാവരും നോമ്പുകാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പ് സ്വീകരിക്കുമാറാവട്ടെ. ഇത് നമ്മളോട് ആരാ പറഞ്ഞേ? മനുഷ്യരിൽപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുത്തിട്ടാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ദാഹമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വൈകാരികതകൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നുമില്ലാത്ത
ഒരു മലക്ക് വന്നിട്ട് പറയാണ്, നിങ്ങളെല്ലാവരും റമദാൻ മാസം വരുന്നുണ്ട്, ആ റമദാൻ മാസത്തിൽ നിങ്ങളെല്ലാവരും നോമ്പെടുക്കണം. സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, അല്ല മലക്കെ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വെള്ളം കുടിക്കലുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അത് പ്രശ്നമല്ല. എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആകെ തല കറങ്ങാൻ തുടങ്ങും, എനിക്ക് വേറെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് ഇങ്ങനത്തെ പ്രയാസങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എടുത്തോളി, നമ്മൾ എടുക്കൂല. അല്ലെ? എല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒഴിവാകും. കാരണം മനുഷ്യന്മാരോട് വന്ന് നോമ്പെടുക്കണമെന്ന് പറയുന്നത് ആരാ? മനുഷ്യനല്ലാത്ത, ഭക്ഷണം ആവശ്യമില്ലാത്ത മലക്കുകൾ വന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വീകരിക്കാൻ മനുഷ്യർ റെഡിയാവണമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കും. മനുഷ്യരതിന് റെഡിയാവണമെന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും, അവന്റെ വൈകാരിക തലങ്ങൾ വരെ, ഒരു പക്ഷേ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്തായാലും തിരിച്ചു പ്രതികരിക്കണം എന്ന് തോന്നുമ്പോഴാണ് പ്രവാചകന്മാരുടെ ഇടപെടൽ. നിങ്ങൾ ക്ഷമിക്കണം, ഇങ്ങക്കത് പറഞ്ഞാൽ മതി എന്നൊരാളും പറയൂല. കാരണം അവരത് പറയല് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത്, എങ്ങനെയാണ് സഹിക്കേണ്ടത്, എങ്ങനെയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബമാവേണ്ടത്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്. എല്ലാം കേവലം വാക്കുകൾ കൊണ്ടല്ല, അവരുടെ ജീവിതം കൊണ്ടാണ് അവർ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റാര് വന്നാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരിലേക്ക് പറഞ്ഞയച്ച മനുഷ്യരായ പ്രവാചകന്മാർ, മനുഷ്യരെയാണ് പ്രവാചകന്മാരായിട്ട് തെരഞ്ഞെടുത്തത്. എന്നാൽ ആ പ്രവാചകന്മാരൊക്കെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണോ എന്ന് ചോദിച്ചാൽ അല്ല. അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താണ് ആ പ്രത്യേകത? യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് നൽകപ്പെടുന്നു. വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാചകമാണ്. വഹ്യ് ലഭിക്കുക എന്ന വലിയ ഒരു അനുഗ്രഹം, വലിയ ഒരു ഖൈർ, അത് ആ ഒരു പ്രവാചകന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നമുക്കാർക്കും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് ചോദിച്ചാൽ അല്ല. ചില വ്യത്യാസങ്ങൾ മനുഷ്യരിൽ നിന്നും ചില വ്യത്യാസങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവർ മനുഷ്യര് തന്നെയാണ്. നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള, വേദനയും വിഷമവുമുള്ള, വികാരവും വിചാരവുമുള്ള മനുഷ്യർ. അതാണ് പ്രവാചകന്മാർ. അപ്പൊ അത്രയും മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രവാചകന്മാരുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. ശരിക്ക് പ്രവാചകന്മാർ എത്ര ആളുകളുണ്ട്? എന്താണ് നിങ്ങളെ ഒരു ധാരണയിൽ ഒന്ന് പറയോ? എത്ര പ്രവാചകന്മാരുണ്ട്? എത്ര പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്? ഖുർആനിൽ പറഞ്ഞത് 25. നമ്മൾ ഖുർആനിൽ എന്നുള്ളതല്ല, ടോട്ടൽ പ്രവാചകന്മാരുടെ എണ്ണം എത്ര എന്നുള്ളത് പറഞ്ഞു ചോദിച്ചത്. പ്രവാചകന്മാരുടെ എണ്ണം എത്ര? 1,00,000-ൽ പരം, 1,00,000-ൽ കൂടുതൽ, 125. എനിക്ക് തോന്നുന്നു 1,25,000 എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാകും. ലക്ഷത്തിൽ കൂടുതൽ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ, എത്രയാണുള്ളത് എന്നുള്ളത് നോക്കാം. സ്വാഭാവികമായിട്ടും ഈ പ്രവാചകന്മാര് പറഞ്ഞയച്ചത് ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ആ അള്ള പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ എണ്ണം എത്രയാണെന്ന്. വലഖദ് അർസൽന റുസുലം മിൻ ഖബലിക മിൻഹും മൻ ഖസസ്ന അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. നിനക്ക് മുമ്പ് നാം പല ദൂതന്മാരെയും അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരെ പറ്റി നാം നിനക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്, അവരിൽ ചിലരെ പറ്റി നിനക്ക് നാം വിവരിച്ചു തന്നിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതുണ്ട്, അറിയിച്ചു കൊടുക്കാത്തതുണ്ട്. എത്രയോ പ്രവാചകന്മാര് വന്നിട്ടുണ്ട്, ധാരാളം പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ കഴിയൂല. പ്രവാചകന്മാർ ധാരാളം വന്നിട്ടുണ്ട്. ഇത്ര എന്ന് കൃത്യമായി കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കൂല.
എല്ലാ സമൂഹത്തിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതാണ് ഓരോ സമൂഹത്തിലേക്കും. സൂറത്ത് ഫാത്തിറിലെ ആയത്താണ് ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറൻ വനദീറ. തീർച്ചയായും നിന്നെ നാം അയച്ചിരിക്കുന്നത് സത്യം കൊണ്ടാണ്, അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവരും താക്കീതുകാരനുമായിട്ടാണ്. എന്നിട്ട് പറയാണ് വ ഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല. നേരെ ശ്രദ്ധിക്കണേ, ഏതൊരു സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരിലേക്ക് പ്രവാചകന്മാരുണ്ട്. ഒരു പ്രവാചകൻ ഇല്ലാത്ത ഒരു സമൂഹം ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അത് ഇന്ന നാട്ടിൽ ആ ഒരു കാട്ടിൽ താമസിക്കുന്നവർക്കുണ്ടോ? ഉണ്ട്. ഇന്ന ഒരു വിഭാഗത്തിന് വന്നിട്ടുണ്ടോ? ഉണ്ട്. അന്റാർട്ടിക്കയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ആഫ്രിക്കയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇന്ന മരുഭൂമിയിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു വാചകത്തിൽ നിന്ന് മനസ്സിലാക്കുക വ ഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു താക്കീതുകാരൻ കഴിഞ്ഞു പോകാത്ത ഒരു സമുദായവുമില്ല, എല്ലാവരിലേക്കും വന്നിട്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിൽ അവസാനത്തെ ആൾ. ആ പ്രവാചകന് ശേഷം പിന്നെ ഓരോ സമൂഹത്തിലേക്കുമില്ല, ഒന്നായി കൊണ്ടാ വന്നിട്ടുള്ളത്. മുഴുവൻ സമൂഹത്തിലേക്കും കൂടിയാണ്. ബാക്കിയുള്ള പ്രവാചകന്മാരൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകന്മാരുണ്ട്, ഒരുമിച്ച് നടന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ ഉണ്ടാകുമ്പോൾ മറ്റൊരു നാട്ടിൽ വേറൊരു പ്രവാചകനുണ്ട്. ഓരോ നാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ നാടുകളോ ഗോത്രങ്ങളോ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കണം, എല്ലാ സമൂഹത്തിലേക്കും ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവും ഇല്ല. ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓരോ സമൂഹത്തിലേക്കും ഓരോ പ്രവാചകന്മാർ അയക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാവരിലേക്കും അയക്കപ്പെട്ടു. എന്നാൽ ഇന്നുള്ള ഏത് സമൂഹമുണ്ടെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും ഉള്ളതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന താക്കീതുകാരൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന താക്കീതിന്റെ ഗ്രന്ഥം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതൊന്ന് പ്രവാചകന്മാരുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് റബ്ബിന് മാത്രമേ അറിയൂ. ലോകത്ത് ഏതൊക്കെ സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ടോ അവരിലൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും ക്ലിയർ ആണോ? അല്ലേ? ഓക്കെ ആണോ? നിങ്ങൾ ഉറങ്ങിപ്പോണമെന്നില്ലല്ലോ? നോമ്പൊന്നും നോറ്റിട്ടേ ഉറങ്ങിപ്പോണ ആൾക്കാരില്ലല്ലോ? ഇല്ല. നമ്മളിതൊക്കെ എന്തിനെങ്ങനെ ഒരു ആമുഖം പറയുന്നത് എന്ന് ചോദിച്ചാല് ഇത് ക്ലിയർ ആയാലേ നമുക്ക് ബാക്കിയുള്ള ചർച്ചകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. ഒരു ചരിത്രം പഠിക്കണമെങ്കിൽ ആദ്യം എന്തിനു പഠിക്കുക എന്നുള്ള ഒരു ഉത്തരം ഉണ്ടല്ലോ, ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയുള്ളത് പ്രവാചകന്മാരുടെ പേരുകളെ കുറിച്ചാണ്. പ്രവാചകന്മാരുടെ പേര് എത്ര ഉണ്ട് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകന്മാരുടെ പേരുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, പേര് പറയപ്പെട്ടവരുണ്ട്, മറ്റൊന്ന് പേര് പറയപ്പെടാത്തവരുണ്ട്. നേരെ ശ്രദ്ധിക്കാം. നേർക്ക് നേരെ പേര് വന്നതുണ്ട്. ചിലത് പേരുണ്ടാകൂല, ഒരു റജുല് എന്ന് മാത്രം ഉണ്ടാകാം. അല്ലെങ്കിൽ അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ അവരോട് പറഞ്ഞു എന്നേ ഉണ്ടാവുള്ളൂ. പ്രവാചകൻ എന്നേ ഉണ്ടാവുള്ളൂ, പേരുണ്ടാവൂല. അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാലും ഹദീസുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും രണ്ട് തരത്തിൽ പ്രവാചകന്മാരുടെ പേരുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതിൽ ഒന്ന്, പേര് പറയപ്പെട്ടവരാണ്, നേർക്ക് നേരെ അവരുടെ പേര് വന്നിട്ടുണ്ടാകും. രണ്ടാമത്തതോ, പേര് പറഞ്ഞിട്ടുണ്ടാകൂല, അവരിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു, അല്ലെങ്കിൽ അവരിലേക്ക് ഒരു താക്കീതുകാരനെ പറഞ്ഞയച്ചു, അവരുടെ അടുക്കിലേക്ക് ഒരു റജുലിനെ പറഞ്ഞയച്ചു. അല്ലെ? ഇങ്ങനെ പേര് പറയാതെ ആള് വന്നു എന്നത് മാത്രം പറയാം. അങ്ങനത്തെ പ്രവാചകന്മാരെയും നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൽ പേര് പറയപ്പെട്ടവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, പേര് പറയപ്പെട്ടവരെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വിശദമായി പറയപ്പെട്ട ആൾക്കാരുണ്ട്. വിശദമായി അവരുടെ പേര് മാത്രമല്ല, അവരുടെ കുടുംബജീവിതം, അവർ ജനങ്ങളോട് സംസാരിച്ചത്, അവരുടെ വ്യക്തി ജീവിതം, അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിലുള്ള അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ, രൂപം, ഇങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും ഒന്നുകിൽ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ ആയിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാകും.
അങ്ങനെ വിശദമായി പറയപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അങ്ങനത്തെ പ്രവാചകന്മാരാരാ? വിശദമായി പറയപ്പെട്ട ആൾക്കാർ അതാരൊക്കെയാ? നിങ്ങൾ ഒരു 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 ഓർമ്മയിലുള്ളതൊക്കെ ഒന്ന് പറട്ടെ. യൂസുഫ് നബി അലൈഹി സ്വലാം, അഹ്സൻതി. മൂസാ നബി അലൈഹി സ്വലാം, പിന്നെ രണ്ടാളുള്ളൂ. നൂഹ് നബി അലൈഹി സ്വലാം, പിന്നെ മൂസാ നബി പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം. അല്ലെ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രവാചകന്മാർ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. അതായത് പേര് പറയപ്പെട്ട ആളുകളിൽ തന്നെ വിശദമായി പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ കൂടുതൽ പേര് പറയപ്പെട്ട ആളാണ് മൂസാ നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ മുതൽ അദ്ദേഹത്തിന്റെ ചെറുപ്പവും അദ്ദേഹത്തിന്റെ ബാല്യവും അദ്ദേഹത്തിന്റെ കൗമാരവും അദ്ദേഹത്തിന്റെ യുവത്വവും അദ്ദേഹത്തിന്റെ വിവാഹവും അദ്ദേഹത്തിന്റെ വാർദ്ധക്യവും അദ്ദേഹം പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടതും അദ്ദേഹത്തിന് ശേഷമുള്ള ബനൂ ഇസ്രായേലുടെ അവസ്ഥകൾ വരെ വിശദമായി പറയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഉണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉണ്ട്, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഉണ്ട്. ഇങ്ങനെ വിശദമായി പറയപ്പെട്ട ആൾക്കാർ. എന്നാൽ ഈ പേര് പറയപ്പെട്ടവരിൽ തന്നെ പേര് മാത്രം പറയപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് വേറൊന്നും പറഞ്ഞിട്ടില്ല, പേര് മാത്രം പറഞ്ഞിട്ട്. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അതാരൊക്കെയാണ്? അതാണ് ഇല്യാസ് നബി, ദുൽകിഫില്, അല്യസ് പോലുള്ള പേരുകൾ, അല്ലെ? ഇദ്രീസ് പോലുള്ളതൊക്കെ വളരെ കുറഞ്ഞ രൂപത്തിൽ ഒന്നുകിൽ പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടാകുള്ളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ഭാഗങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളിവിടെ എങ്ങനെയാണ് അപ്പൊ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ ആളുകളുടെ പേരുകൾ പറയുമ്പോൾ വിശദമായി പറഞ്ഞതാവട്ടെ പേര് മാത്രം പറയപ്പെട്ടതാവട്ടെ, ആദ്യം നമ്മൾ പറയാ വിശുദ്ധ ഖുർആനിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതായിരിക്കും. അങ്ങനെ കറക്റ്റ് റൂട്ടിൽ പോകും എന്നല്ല ഈ പറയുന്നത്, മറിച്ച് നമ്മൾ പറയുന്നത് ഒന്ന് 25 പ്രവാചകന്മാർ, പേര് പറയപ്പെട്ട 25 പ്രവാചകന്മാർ, പേര് പറയപ്പെട്ടവർ, ചരിത്രം പറയപ്പെട്ടവർ എന്നല്ല, പേര് പറയപ്പെട്ട 25 പ്രവാചകന്മാരിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നത് പറയും. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകളിൽ വന്നതുണ്ടാകും. അതുപോലെ തന്നെ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങളിലും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. ചില തഫ്സീറുകളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇസ്രായേലി കഥകൾ എന്ന നിലക്ക് പറഞ്ഞ വാചകങ്ങൾ ഉണ്ടാകും. അത് വിശുദ്ധ ഖുർആനിനോ ഹദീസിനോ എതിരാകാത്ത കാലത്തോളം, ഖുർആനിനും ഹദീസിനും എതിരാകുന്ന രൂപത്തിലാണ് അതിൽ വന്നതെങ്കിൽ അത് നമ്മൾ പറയൂല. അതല്ലാത്തതാണ് പൊതുവെ തഫ്സീറുകളിൽ വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക തഫ്സീറുകളിലും ഈ പറയപ്പെട്ട രൂപത്തിലും പറയാറുണ്ട്. അത് മലയാളത്തിലുള്ളതാവട്ടെ അറബിയിലുള്ളതാവട്ടെ, അതിലൊക്കെ എന്ത് ചെയ്യും, മുമ്പ് കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ എന്ന നിലക്കും പറയാറുണ്ട്. അപ്പൊ അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അതുകൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ പറയാം. അപ്പൊ എന്നാല് നമ്മൾ വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട പ്രവാചകന്മാർ ആരൊക്കെയാണ് അത് നമുക്കൊന്ന് പറയാം. അത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് 3 ആയത്തുകളിലായിക്കൊണ്ട്. ഒന്ന് നോക്കണം, ഇതിൽ എത്ര പേരുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കിക്കാണി. വേഗം നോക്കി ഇതിൽ എത്ര പേരുണ്ടോ നോക്കി, എണ്ണീട്ട് പറഞ്ഞാൽ മതി എത്ര എണ്ണം വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്നാ ബാക്കി പറഞ്ഞാൽ മതിയല്ലോ. എത്ര പേരുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്? റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. 19 എണ്ണം വന്നിട്ടുണ്ടോ? 19 എണ്ണം വന്നു. 18 എന്നുള്ളതും കാണുന്നുണ്ട്, 19 കാണുന്നുണ്ട്. ഇതിലിപ്പോ ഏതാപ്പ ശരി? നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ഒന്ന് ഇബ്രാഹിം, അല്ലെ? ഇബ്രാഹിം. രണ്ടാമത്തത് ഇസ്ഹാഖ്. 3 യാക്കൂബ്. 4 നൂഹ്. അവിടെ ദുര്യത്ത് എന്നുള്ളത് വന്നിട്ടില്ല കേട്ടോ. ആ ദുര്യത്ത് എന്നുള്ളത് റെഡ് വന്നത് തെറ്റിയതാണേ. ദുര്യത്ത് എന്നുള്ളത് പേരല്ല. വമിൻ ദുര്യത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കൾ എന്നുള്ളതാണ്. അത് ഈ റെഡ് കളറിൽ കൊടുത്തപ്പോ അതും കൂടി വന്നതായിരിക്കും കേട്ടോ. അതില്ല, അതും കൂടി ഒഴിവാക്കുക. അത് ഒഴിവാക്കിയാൽ ക്ലിയർ ആവും. ഓക്കെ, ദുര്യത്തില്ല. ദുര്യത്ത് പറഞ്ഞ മക്കൾ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ദാവൂദ്, സുലൈമാന്, അയ്യൂബ്, യൂസുഫ്, മൂസ, ഹാറൂൻ.
പിന്നെ സക്കരിയ, യഹ്യ, ഈസ, ഇല്യാസ്. പിന്നെ ഇസ്മായിൽ, അൽയസ, യൂനുസ്, ലൂത്ത്. ഇതില് ടോട്ടൽ എത്ര എണ്ണം വന്നു എന്നുള്ളത് ഇപ്പൊ ഒന്ന് നോക്കിയാൽ ഏകദേശം ക്ലിയർ ആവും. ഇപ്പൊ എത്ര എണ്ണമാണ്? 18 എണ്ണം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണ്. ഇത് വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം 83, 84, 85 ആയത്തുകളിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 6-ാം അധ്യായത്തിലാണ് വന്നിട്ടുള്ളത്. ഈ അധ്യായത്തിൽ ഈ 3 ആയത്തുകളിലായിക്കൊണ്ട് എന്ത് ചെയ്യാണ്? അള്ളാഹു പറഞ്ഞയച്ച 18 പ്രവാചകന്മാരുടെ പേര് വന്നിട്ടുണ്ട്. 18 പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. ഇനി ഇവരല്ലാത്ത 7 വിഭാഗം, 7 ആളുകൾ കൂടിയുണ്ട്. അതാരാണ്? അതും വിശുദ്ധ ഖുർആനിൽ വന്നു. ഒന്ന് ആദം നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ഹൂദ് നബി അലൈഹിസ്സലാം, മറ്റൊന്ന് സ്വാലിഹ് നബി, മറ്റൊന്ന് ഷുഐബ് നബി, ഇദ്രീസ്, ദുൽകിഫില്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മളിപ്പോ 25 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. 25 പ്രവാചകന്മാർ. നേരെ ശ്രദ്ധിക്കുക, 25 പ്രവാചകന്മാര് വിശുദ്ധ ഖുർആനിൽ അവരുടെ പേര് പറഞ്ഞതാണ് ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത്. അവരുടെ പേര് പറഞ്ഞത്. ഇനി ഇതൊന്ന് മലയാളത്തിലേക്ക് ആക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. നേരെ നോക്കിക്കോ. ഇതിന്റെ ആ ഒരു ഇങ്ങനെ ഒരു കൃത്യമായി ഒരു റൂട്ട് പോലെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പ്രവാചകൻ ആദം നബി, പിന്നെ ഇദ്രീസ്, ഇങ്ങനെ നോഹ്, ഹൂദ്, സ്വാലിഹ്, ലൂത്ത്, ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂനുസ്, യൂസുഫ്, മൂസ, ഹാറൂൻ, ഇല്യാസ്, ഷുഐബ്, അയ്യൂബ്, അല്യസ്, ദുൽകിഫിൽ, ദാവൂദ്, സുലൈമാൻ, സക്കരിയ, യഹ്യ, ഈസ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് 25 പ്രവാചകന്മാർ. നമ്മുടെ ഈ ഒരു കോഴ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ക്ലാസ് മാത്രമല്ല ഉണ്ടാവുക, നിങ്ങൾക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ ചില വർക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഒരു നോട്ട്ബുക്കൊക്കെ വാങ്ങാൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഒരു ആമുഖം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടാവുക, പേന ഉണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള ഒന്നാമത്തെ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട ഈ 25 പ്രവാചകന്മാരുടെ പേര് മലയാളത്തിലും അതുപോലെ തന്നെ അറബിയിലും എഴുതണം. കാരണം എന്താന്ന് വെച്ചാൽ മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അറബിയിൽ വായിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് ക്ലിയർ ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും. ഓക്കെ, അറബിയിലാകുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് ഉച്ചാരണം പഠിക്കാനും കൂടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായും കഴിയുന്നതും ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളേക്ക് മുമ്പായി, നാളെ ഒരു വൈകുന്നേരത്തിന് മുമ്പായി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇനി നാളെ വീണ്ടും അടുത്ത വർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയാസമായിട്ട് തോന്നും. ഇത് വർക്ക് ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല, വളരെ സിമ്പിളാണ്. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാറ്റി വെച്ചാൽ മതി. ഈ ഒരു 25 പ്രവാചകന്മാർ നമ്മൾ എന്തായാലും പഠിക്കാനായി ഒരുങ്ങിയിറങ്ങിയല്ലോ, അല്ലെ? നമ്മൾ പഠിക്കാനായി ഒരുങ്ങിയിറങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഒരുക്കം എന്ത് ചെയ്യണം, റെഡി ആവണം കേട്ടോ. പിന്നെ ഇതിലൊരു ചോദ്യം, ഇംഗ്ലീഷ് അറബിക് അങ്ങനെ മതിയോ? ഓക്കെ, മലയാളം എഴുതാം, പിന്നെ അറിയാത്തവരാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിക്കോ. പക്ഷെ അറബി മസ്റ്റാണ്, അറബി നിർബന്ധമാണ്, അറബി ഒഴിവാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇത് കണ്ടോ, ഹൂദ് എന്നുള്ളത് അങ്ങനെ തന്നെ പറയണം, സ്വാലിഹ് അങ്ങനെ തന്നെ പറയണം, ഷുഐബ് എന്നുള്ളത് ഷുഹൈബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഷുഐബ് അല്ല ഷുഐബാണ്. ഓക്കെ, അങ്ങനത്തെ ഓരോ പേരുകളും നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി എഴുതി അതിന്റെ ഒന്നുകിൽ മലയാളമോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ. അറബി എഴുതിയതിന് ശേഷം അതിന്റെ നേരെ പിന്നെ എതിർഭാഗത്ത് ഒന്നുകിൽ മലയാളം എഴുതുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുക. എന്നിട്ട് എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം, വെക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കും, അത് അയക്കും വേണം നിങ്ങൾ കേട്ടോ. അത് ആർക്ക് അയക്കണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഈ കാര്യം നിർബന്ധമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ പ്രവാചകന്മാരെ കുറിച്ച്, നബിമാരെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയമാണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും, നുബൂവത്ത് കിട്ടിയെന്ന്. ചില സ്ഥലത്ത് പറയും റിസാലത്താണ് കിട്ടിയത്. നുബൂവത്ത്, റിസാലത്ത് എന്താണ് ഈ പറഞ്ഞത്? നുബൂവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
നുബൂവത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം എന്നാണ് അതിന്റെ അർത്ഥം. പ്രവാചകത്വം, പ്രവാചകനാവും. എന്താണ് നബി? അതായത് നുബൂവത്ത് എന്ന് പറഞ്ഞാൽ നുബൂവത്ത് കിട്ടിയ ആളാണ് നബി. നുബൂവത്ത് കിട്ടിയ ആളാണ് നബി അഥവാ പ്രവാചകൻ. എന്നാൽ റിസാലത്ത് എന്ന് പറഞ്ഞാൽ ദിവ്യ ദൗത്യം. ഒരു ദൗത്യമുണ്ട്, ഒരു ദൗത്യമുണ്ട്. നേരെ ശ്രദ്ധിച്ചോ, അതെന്താന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. റിസാലത്ത്, റസൂല് എന്നുള്ളത്, റിസാലത്ത് കിട്ടിയവരാണ് റസൂല്, നുബൂവത്ത് കിട്ടിയവരാണ് നബി. നബി എന്ന് പറഞ്ഞാൽ നുബൂവത്ത് കിട്ടിയവൻ, റസൂൽ എന്ന് പറഞ്ഞാൽ റിസാലത്ത് കിട്ടിയവൻ. ഇനി എന്താണ് നുബൂവത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകത്വമാണ്. എന്താണ് റിസാലത്ത് എന്ന് പറഞ്ഞാലോ അത് ദിവ്യ ദൗത്യമാണ്, ഒരു ഉത്തരവാദിത്തമാണ്, ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടതാണ്. അതെന്താന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും എനിക്കൊരു പ്രവാചകനാവണം എന്ന് ആഗ്രഹിച്ചാൽ അത് നടക്കുവോ? അത് നടക്കുവോ? നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക, എനിക്കൊരു പ്രവാചകയാവണം, എനിക്കൊരു നബി ആയിട്ട് വേണമെന്ന് വിലസാൻ, അല്ലെ? അങ്ങനെ നോക്കിയാൽ ഉണ്ടാകുമോ? ഇല്ല. ഒരാൾക്ക് ഒരിക്കലും അയാളുടെ ആഗ്രഹം കൊണ്ടോ അഭിലാഷങ്ങൾ കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ പാരമ്പര്യം കൊണ്ടോ ഒന്നും പ്രവാചകനാകാൻ പറ്റില്ല. കുടുംബ പാരമ്പര്യം ഉള്ളത് കൊണ്ട് പ്രവാചകനാകൂല. ഒരുപാട് കാലം ഇരുന്ന് പ്രാർത്ഥിച്ചു, എന്തിനു വേണ്ടി? ഇന്നെ ഒരു പ്രവാചകനാക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അതും ഇല്ല, ആവൂല. പ്രാർത്ഥിച്ചത് കൊണ്ട് കിട്ടുന്നതല്ല പ്രവാചകത്വം. ഒരാൾ പരിശ്രമിച്ചു, എങ്ങനെ? നല്ലോണം അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട് അയാൾ പരിശ്രമിക്കണമെന്ന് അറിയോ? ഇങ്ങനെ പരിശ്രമിച്ച് അവസാനം ഇന്നെന്ത് ചെയ്യണം? അള്ളാഹു പ്രവാചകനാക്കണം. കാര്യമല്ല. പ്രവാചകനാക്കുക എന്നുള്ളത് അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കല്ലാത്ത ഒരാൾക്കും എന്ത് ചെയ്യൂല, ഈ പ്രവാചകത്വം എന്ന് പറയുന്നത് കിട്ടൂല. അള്ളാഹ് മാത്രമാണ് എന്ത് ചെയ്യുക, അവരെ തെരഞ്ഞെടുക്കുക. അപ്പൊ അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്കും അതേപോലെ തന്നെ പല പ്രവാചകന്മാരും അവർ പ്രവാചകത്വം വാദിച്ചു വന്നപ്പോഴൊക്കെ അവരുടെ നാട്ടുകാരായ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അല്ല, നിന്നെയാണ് ഇപ്പൊ പടച്ചോനിക്ക് പറ്റിയത്, വേറെ ആരും പറ്റിയില്ല? ഞങ്ങളില്ലേ നിന്നേക്കാൾ ഉഷാറായിട്ട്? നിന്നേക്കാൾ സൗന്ദര്യമുള്ള ആളുകൾ ഞങ്ങളല്ലേ? നിന്നേക്കാൾ കുടുംബ പാരമ്പര്യം ഞങ്ങൾക്കില്ലേ? നിന്നേക്കാൾ സമ്പത്ത് ഞങ്ങൾക്കില്ലേ? നിന്നേക്കാൾ തറവാടിത്തം ഞങ്ങൾക്കില്ലേ? അങ്ങനെയൊക്കെയുള്ള ഞങ്ങളെ തെരഞ്ഞെടുക്കാതെ അള്ളാഹ് നിന്നെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാകും ഈ ചരിത്രങ്ങളൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂജഹൽ ചോദിച്ച ചോദ്യമാണിത്. അല്ല മുഹമ്മദേ, നിന്നെയാണോ പടച്ചോനിക്ക് പറ്റിയത്? അതെന്താ ഞങ്ങളൊന്നും പറ്റാതെ? ഞങ്ങളല്ലേ ഇപ്പൊ കുറച്ചും കൂടി സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാർ, കുറച്ചുകൂടി സ്ഥാനമാനങ്ങളുള്ളത് ഞങ്ങൾക്കല്ലേ? ഞങ്ങളല്ലേ ഉന്നതരായ ആളുകൾ? ഇതാ ചോദിച്ചേ. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, ഒട്ടുമിക്ക പ്രവാചകന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ ആഗ്രഹിച്ചാലോ അയാളുടെ സമ്പത്ത് നോക്കിയിട്ടോ അയാളുടെ സ്ഥാനമാനങ്ങൾ നോക്കിയിട്ടോ ഒന്നും ഒരാൾക്കും നബിയാവാനോ റസൂലാവാനോ സാധിക്കുന്നതല്ല. ഒരാൾക്കും അവരുടെ തൃപ്തി അനുസരിച്ചുകൊണ്ട് അവർക്കൊരിക്കലും സാധിക്കാത്ത ഒന്നാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ പ്രവാചകത്വം എന്നുള്ളത്. എന്നാൽ ഇവിടെ ഒരു ഒരു ഭാഗം വരുന്നുണ്ട്, നബി റസൂൽ, അല്ലെ? നുബൂവത്തും റിസാലത്തും അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞേ. ഇനി നബി റസൂൽ എന്താണ് ഈ പറഞ്ഞതിന്റെ വ്യത്യാസങ്ങൾ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. നബിയും റസൂലും ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല. അതിന്റെ തെളിവാണ് വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 52-ാമത്തെ ആയത്ത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ. ആ വാചകത്തിൽ നോക്കിയേക്ക്, പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയോ അല്ലെങ്കിൽ നിനക്ക് മുമ്പ് ഏതൊരു റസൂലിനെയും പ്രവാചകനെയും നാം അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന സമയത്ത് ആ ഓതി കേൾപ്പിക്കുന്ന കാര്യത്തിൽ പിശാദ് തന്റെ ദുർബോധനം ചെലുത്തി വിടാതിരുന്നിട്ടില്ല. അതായത് ഇവര് പ്രവാചകന്മാര് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴൊക്കെ വസ്വാസികളുമായിട്ട് ആര് വന്നിട്ടുണ്ട്? ശൈത്താൻ വന്നിട്ടുണ്ട്. ഇവിടെ ശൈത്താൻ വന്നോ ഇല്ലേ എന്നതിനേക്കാൾ നമ്മൾ വിഷയം പഠിക്കേണ്ടത് ഈ ഒരു ആയത്തിൽ നമുക്കുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നോക്കൂ, വമാ അർസൽനാ മിൻ ഖബ്ലിക,
താങ്കൾക്ക് മുമ്പ് നാം ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. മിർ റസൂലിൻ, റസൂലിൽ നിന്നില്ല, വലാ നബിയിൻ, നബിയിൽ നിന്നുള്ള. അപ്പൊ രണ്ടും രണ്ടാണ്. രണ്ടും ഒന്നാണെങ്കിൽ ഒറ്റ പ്രയോഗം മതി, റസൂലിന് മാത്രം മതി, അല്ലെങ്കിൽ നബി എന്ന് മാത്രം മതി. വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ എന്ന് പറഞ്ഞു നിർത്താ, പിന്നെ ഇല്ല ഇദാ തമന്ന എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിലോ വമാ അർസൽനാ മിൻ ഖബലിക മിൻ നബിയിൻ, ഒരു നബിയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അള്ളാഹ് പറഞ്ഞത് റസൂലും ഇല്ല, നബിയും ഇല്ല. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട് എന്നുള്ളത് ചില പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും, ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം റസൂലാണ്, നബിയാണ്, ഇങ്ങനെ വന്നിട്ടുണ്ട്. ചില പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോഴോ അദ്ദേഹം നബിയാണെന്ന് മാത്രമേ പറയുള്ളൂ. ഇനി അവിടെ നേരെ ശ്രദ്ധിക്കാം, നേരെ ശ്രദ്ധിക്കുക. എന്താണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നേരെ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കാം. ഈ രണ്ട് ഭാഗങ്ങൾ, നബി, റസൂൽ, ഒരുപാട് വിശദീകരണങ്ങളുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തതാണ്. ഇത് ഒറ്റ വാക്കല്ല, പല പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്താണ്? സോർട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നബി എന്ന് പറഞ്ഞാൽ അള്ളാഹു വഹയ്യ് നൽകിയപ്പോൾ അത് ഏറ്റുവാങ്ങി, വഹയ്യ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെന്തല്ല, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന ഒരു നിർബന്ധ ബാധ്യത അവർക്കില്ല. അവർക്ക് കിട്ടി, വഹയ്യ് കിട്ടി, പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല? ഒരു സമൂഹത്തിലേക്ക് ആ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത് നിങ്ങൾ ചെയ്യണം, ഇന്ന കാര്യം ജനങ്ങളോട് പറയണം, അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർബന്ധ ബാധ്യത ഇല്ലാത്തവരാണ് നബി. എന്നാൽ അതിന്റെ നേരെ പുറത്ത് നോക്കാം, വഹ്യ് ഏറ്റുവാങ്ങി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന നിർബന്ധ ബാധ്യത ഉള്ളവരാണ് റസൂൽ. റസൂൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഞാനത് പറയണമെന്നില്ല എന്ന് പറയാൻ പറ്റൂല. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? അത് പറയണം, അത് അറിയിച്ചു കൊടുക്കണം. അതാണ് റസൂലിന്റെ ഉത്തരവാദിത്വം. ഇനി നബിന്റെ മറ്റൊരു കാര്യം, മുമ്പ് കഴിഞ്ഞുപോയ ശരീഅത്തിനെ അംഗീകരിച്ചുകൊണ്ട് നിയോഗിക്കപ്പെടുന്ന ആളാണ് നബി. അതായത് മുമ്പ് കഴിഞ്ഞുപോയ ഒരു ശരീഅത്തായിരിക്കും, പ്രത്യേകിച്ചൊരു ശരീഅത്തൊന്നും ഉണ്ടാവില്ല. അതാണ് നബി. ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നു, ആ പ്രവാചകന്റെ കൂടെ നിൽക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹാറൂൻ നബിയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമക്കാണ് ശരീഅത്ത് കിട്ടിയത്. ആ ശരീഅത്തിനെ അംഗീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക. ഇതാണ് ഹാറൂൻ നബിയുടെ ഉത്തരവാദിത്വം. എന്നാൽ മൂസ എന്ന് പറയുന്ന റസൂലിന്റെ ഉത്തരവാദിത്വം ഒരു ശരീഅത്തുമായി നിയോഗിക്കപ്പെടുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളാണ് റസൂൽ. ഒരു പ്രത്യേക ശരീഅത്ത് ഉണ്ടാകും, ഒരു പ്രത്യേക മത നിയമമുണ്ടാകും, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും വേണം. ഓക്കെ, മനസ്സിലാവുണ്ടോ? അതാണ് റസൂലിന്റെ ഉത്തരവാദിത്വം. ഇനി നബിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വേറെ ചില ആളുകൾ പറഞ്ഞു, പ്രത്യേക സമൂഹത്തിലേക്ക് പ്രത്യേക മത നിയമവുമായി അയക്കപ്പെട്ടവരാണ്. ഒരു പ്രത്യേക സമൂഹം ഉണ്ടാകും, ഒരു പ്രത്യേക ശരീഅത്ത് ഉണ്ടാകും അവർക്ക്. സോറി, ഇത് നേരെ തിരിച്ചാട്ടോ, നേരെ തിരിച്ചാണ് ഇത് എഴുതിയത്, അങ്ങോട്ട് കൊണ്ട് മാറിയിട്ടുണ്ട്. നബി എന്ന് പറയുമ്പോൾ പ്രത്യേക സമൂഹമോ അതേപോലെ തന്നെ പ്രത്യേക മത നിയമമോ ഉണ്ടാവണമെന്നില്ല. നേരെ ശ്രദ്ധിക്കുക, ഇവിടെ ചെറിയൊരു വ്യത്യാസം ഈ രണ്ടെണ്ണത്തിൽ വന്നിട്ടുണ്ട്. അതൊന്ന് എഡിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അവസാനത്തെ രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അവസാനത്തെ രണ്ടെണ്ണം ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ശ്രദ്ധിച്ചില്ല, വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അവസാനത്തിലുള്ള രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ എഴുതണം. അതായത് നബി എന്നുള്ളതിന്റെ താഴെ വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, പ്രത്യേക സമൂഹത്തിലേക്ക് പ്രത്യേക മതനിയമമായി അയക്കപ്പെട്ടവർ, അതാണ് ആര്? പ്രവാചകന്മാർ. നേരെ ശ്രദ്ധിക്കുക, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് രണ്ടും ഇവിടെയാണ് വരേണ്ടത്. ഓക്കെ, ഇത് രണ്ടും ഇവിടെയാണ് വരേണ്ടത്. ക്ലിയർ ആണ്? ഇനി ഈ പറയപ്പെട്ട രണ്ടെണ്ണം ഇവിടെയാണ് വരിക. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണേ, തെറ്റെഴുതരുത്. നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് മനഃപൂർവ്വമല്ല. ഓക്കെ, ഏതായിരുന്നാലും ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് പ്രത്യേക മതനിയമവുമായി അയക്കപ്പെട്ടവരാണ് റസൂല്. എന്നാൽ പ്രത്യേക സമൂഹമോ പ്രത്യേക മത നിയമമോ ഉണ്ടാവാത്തവരാണ് നബി.
അതുപോലെ തന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരാണ് റസൂൽ. ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം എങ്ങനെയാണ്? റസൂൽ എന്ന് പറയുമ്പോൾ വേദഗ്രന്ഥം നൽകപ്പെട്ടവരായിരിക്കും. ഒരു പക്ഷെ നമുക്ക് അറിയണമെന്നില്ല ഏതാണ് വേദം എന്നുള്ളത്. എന്നാൽ നബി എന്ന് പറയുമ്പോൾ വേദഗ്രന്ഥം നൽകപ്പെടാത്തവരായിരിക്കും. ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ അല്ലേ? ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ അല്ലേ? ഡൗട്ട് ഉണ്ടോ? രണ്ടും കൂടി മാറി മാറി പോയിട്ടൊന്നുമില്ലല്ലോ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. എന്താണ് ഉഷാറൊക്കെ പോയാലോ? എല്ലാവരും ടൈപ്പ് ചെയ്യും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്ന് പറയാം. ഓക്കെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, മനസ്സിലായിട്ടുണ്ട് അപ്പോ അല്ലേ? ഓക്കെ. അപ്പൊ എന്നാല് നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. ഇപ്പൊ നബി ആരാണ്, റസൂൽ ആരാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, എന്തിന് പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കണം? എന്തിനാണ് നമ്മൾ പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുന്നത്? വളരെ വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ്. എന്തിന് പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കണം? നമ്മളിപ്പോ ഇങ്ങനെ ഒരു പണിയില്ലാത്തതുകൊണ്ട് എന്നാ പിന്നെ എന്തെങ്കിലും ഒരു പണി എടുക്കട്ടെ എന്ന ഉദ്ദേശത്തിലല്ല. മറിച്ച് പ്രവാചകന്മാരുടെ ചരിത്രം എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മറുപടി, അവർ മാതൃകായോഗ്യരായിരുന്നു. നമ്മുടെ റോൾ മോഡലുകളാണ് അവർ. നമ്മുടെ മുൻഗാമികളായതുകൊണ്ട് തന്നെ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള എല്ലാവരുടെ കാര്യത്തിലാണ് പറയുന്നത്. അവർ ആരും ഒരു കുറവും ഉള്ളവരല്ല. അവരൊക്കെ മാതൃകായോഗ്യരാണ്. അവരുടെ വ്യക്തി ജീവിതമാവട്ടെ, കുടുംബജീവിതമാവട്ടെ, അവരുടെ സാമൂഹികമായ ഇടപെടലുകളാവട്ടെ, അവരുടെ മറ്റു പ്രവർത്തനങ്ങളാവട്ടെ, എന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവർ നമുക്ക് മാതൃകായോഗ്യരാണ്. അവർ നമുക്ക് മാതൃകായോഗ്യരാണ്. എല്ലാ മേഖലകളിലും അവർ നമുക്കുള്ള മാതൃകായോഗ്യരാണ്. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത്, അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഗുണപാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഗുണപാഠങ്ങളുണ്ട്. ഇനി പറയുന്നത് നേരെ ശ്രദ്ധിക്കാം. അതായത് അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഗുണപാഠങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയി, ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു എങ്കിൽ അവിടെ ചില പ്രവാചകന്മാരിൽ നമുക്ക് മാതൃകയുണ്ട്, ഗുണപാഠമുണ്ട്. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം പൈശാചികമായ ഇടപെടൽ കൊണ്ട് ചെയ്തു പോയ ആദം നബി അലൈഹിസ്സലാം എങ്ങനെയാണ് ആ ഒരു അവസ്ഥയിൽ, അങ്ങനത്തെ ഒരു തെറ്റ് സംഭവിച്ചപ്പോ അല്ലെങ്കിൽ ഒരു പിഴവ് സംഭവിച്ചപ്പോ അദ്ദേഹം എങ്ങനെയാണ് അതിന് മറുപടി കണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരാണോ ജീവിതത്തിൽ? എങ്കിൽ മക്കളില്ലാതെ ജീവിച്ച കുറച്ച് പ്രവാചകന്മാരുണ്ട്. അവരെങ്ങനെയാണ് മക്കളെ ചോദിച്ചത്? ആ ചോദിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു? അവർക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സന്തോഷ പ്രകടനങ്ങൾ എങ്ങനെയായിരുന്നു? എല്ലാം അതിലുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാം അതിലുണ്ട്. മക്കളില്ലാത്തവരാണെങ്കിൽ അതുണ്ട്. ഇനി മക്കൾ വഴിതെറ്റിപ്പോയി, എന്തു ചെയ്യും? അവിടെയും മുൻഗാമികൾ നമുക്ക് മാതൃകയാണ്. ചില പ്രവാചകന്മാർ പ്രവാചകന്മാരായിട്ട് കൂടി അവരുടെ മക്കൾ വഴിതെറ്റിപ്പോയി. അവിടെ ചില കാരണങ്ങളുണ്ട്. എന്തുകൊണ്ട് ആ കാരണം അങ്ങനെയായി? ഞാൻ എങ്ങനെ പരിഹാരം കാണണം? എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇനി നമ്മൾ നമ്മുടേതായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ, സ്വാഭാവികമായിട്ടും യഥാർത്ഥ ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവാം, ആക്ഷേപങ്ങൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. എങ്ങനെ നമ്മൾ അതിൽ പ്രതികരണം നടത്തണം? എങ്ങനെയാണ് നമ്മൾ വിട്ടുവീഴ്ച നടത്തേണ്ടത്? അതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മാതൃകയുണ്ട്, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒട്ടേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ, നമ്മളുമായി ബന്ധമുള്ള ആളുകൾ നന്ദികേടിന്റെ ആളുകളാകുമ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളോട് പ്രതികരിച്ചത് നമുക്ക് പറയാൻ പറ്റും. അവരുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ നമ്മൾ പ്രതികരിക്കണം. അതുപോലെ തന്നെ ഒരാൾ രോഗിയായി, ആ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്.
1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3-ാമത്തെ മാസമാകുമ്പോഴേക്ക് നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് അയ്യൂബ് നബി അലി ഇസ്ലാമയുടെ ചരിത്രത്തിൽ ഗുണപാഠമുണ്ട്. അയ്യൂബ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഗുണപാഠമുണ്ട്. എന്തുകൊണ്ട്? അയ്യൂബ് നബി അലി ഇസ്ലാം 1-2 മാസങ്ങളല്ല, വർഷങ്ങളോളം എല്ലാ അർത്ഥത്തിലും പരീക്ഷിക്കപ്പെട്ടു. സമ്പത്ത് നശിച്ച്, ശരീരം നശിച്ച്, കുടുംബക്കാരെല്ലാവരും ഒഴിവാക്കി, നാട്ടുകാർ അകറ്റി നിർത്തി, ആകെ ഭാര്യയും അദ്ദേഹവും മാത്രം ഒറ്റപ്പെട്ടു പോയ രംഗം. അവിടെ വിശ്വാസിക്ക് ഗുണപാഠമുണ്ട്. അവിടെ എങ്ങനെയാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? ആ പ്രാർത്ഥനയിൽ അള്ളാഹു എങ്ങനെയാണ് മറുപടി കൊടുത്തത്? ഒരു രോഗിയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠങ്ങൾ ആ ചരിത്രത്തിലുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ചരിത്രങ്ങൾ പഠിക്കുന്നതൊന്നും വെറുതെയല്ല. വെറുതെ അല്ല, ഒന്നും വെറുതെ അല്ല. മറിച്ച് ആ പറയുന്ന ഓരോ ചരിത്രത്തിലൂടെയും അവരുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയോ ഗുണപാഠങ്ങൾ ഉണ്ടാകും. നമ്മൾ കുറച്ച് അധികാരിയാണെങ്കിൽ, നമ്മൾ കുറച്ച് ചില ഭാഗങ്ങളിലൊക്കെ അധികാരമുള്ളവരാണെങ്കിൽ, ആ അധികാരമുള്ള ആളുകൾക്ക് ചില മാതൃകയുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൽ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൽ മാതൃകകളുണ്ട്. പീഡിപ്പിക്കപ്പെട്ടവരിൽ സക്കരിയ നബി അലൈഹി ഇസ്ലാമയെയും യഹ്യ നബി അലൈഹി ഇസ്ലാമിനെയും നമുക്ക് ഗുണപാഠങ്ങളുണ്ട്. എന്തിനേറെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും മാതൃകയാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ ചരിത്രങ്ങളൊക്കെ കേട്ടിങ്ങനെ പോകുക എന്നുള്ളതല്ല. എന്തിനാ ചരിത്രം പഠിക്കണ വെച്ച് കഴിഞ്ഞാല് വെറുതെ ഇങ്ങനെ ഒരു ചരിത്രം കേട്ട് നല്ല രസമല്ലേ, കഥയല്ലേ എന്നല്ല. അല്ല, ഒരു കഥ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് അല്ല. കുറെ കഥകൾ കേട്ടുകൊണ്ട് ഉൾപ്പുളകം കൊള്ളാനല്ല. അവരൊക്കെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രോമാഞ്ചം എണീറ്റ് നിൽക്കാനുള്ളതല്ല. മറിച്ച് നമ്മൾ ആ പഠിക്കുന്ന ഓരോ ചരിത്രങ്ങളും, നമ്മൾ കേൾക്കുന്ന ഓരോ സംഭവങ്ങളും, നമ്മൾ വായിക്കുന്ന ഓരോ ആയത്തുകളും അത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതാണ്. നമുക്കുള്ള ഒരു ഗുണപാഠം അതിലുണ്ട്. ഇനി 3-ാമത്തെ കാര്യം, ചരിത്രങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ വഴി നമുക്ക് എളുപ്പമാകും. ഇത് പൊതുവെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുന്നിടത്തെല്ലാം ആ വായനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തൊട്ടു മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ ആ അനുഭവത്തിന് തൊട്ടുപുറത്തുള്ള ആയത്തിൽ കാണാൻ പറ്റും, പ്രവാചകരെ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞു തരാം, അല്ലെങ്കിൽ താങ്കൾക്ക് മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം, നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിവരിച്ചു തരാം, അല്ലെങ്കിൽ ഇന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറയും. അതെന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച അതേ അനുഭവം മുമ്പും കഴിഞ്ഞുപോയ ആളുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാണ്? അവരങ്ങനൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലേ, എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി. അവരങ്ങനെ അനുഭവിച്ചിട്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു ആശ്വാസം നൽകിയിട്ടുണ്ടെങ്കിൽ എനിക്കും ഒരു ആശ്വാസം വരാനുണ്ട്. ആ ഒരു ബോധ്യപ്പെടലാണ്. അവിടെ ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ഇബ്നു നൗഫൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ ആയത്തിറങ്ങി, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ അവതരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയായ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടി വരുന്ന ഒരു രംഗണ്ട്. സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ, ഖദീജ എന്നെ പുതപ്പിട്ട് മൂട് എന്ന് പറഞ്ഞിട്ട്. ആ പുതപ്പിട്ട് മൂടി പിന്നീട് പ്രവാചകന്റെ പ്രയാസങ്ങളൊക്കെ മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ പിതൃവ്യ പുത്രനായിട്ടുള്ള വാപ്പാന്റെ സഹോദരന്റെ മകനായ എളാപ്പാന്റെ മൂത്താപ്പാന്റെ മോൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആളായിട്ടുള്ള വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. വറഖത്ത് ഇബ്നു നൗഫല് ഈ സംഭവം കേട്ടതും ഉടനെ പറഞ്ഞ എന്താണെന്നറിയോ? ഇത് മോശ പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന ആ ഒരു മാലാഖയാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു മലക്കാണെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കഥ കണ്ട് പറഞ്ഞു കൊടുക്കുക. നബിന്റെ ജീവിതത്തിൽ ഒരു സംഭവം നടന്നു. അപ്പൊ നേരെ വറക്ക് വന്നിട്ട് പറയാണ്, അത് ഇതാ ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. എന്നിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറയാണ്, നിങ്ങളെ ഈ ഒരു ജനങ്ങള്
അവർ പിന്നെ പുറത്താക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരും ട്ടോ. അപ്പൊ നബിന്റെ ചോദ്യം, എന്റെ ആൾക്കാർ പുറത്താക്കുന്നോ? അങ്ങനെയൊക്കെ സംഭവിക്കോ? കാരണം എന്താ? അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ വിളിച്ചിരുന്നത് അൽ അമീൻ, വിശ്വസ്തൻ എന്നാണ്. അവരുടെ എല്ലാമാണ്, അവരുടെ കണ്ണിലുണ്ണിയാണ്, അവർക്കെല്ലാം വേണ്ടപ്പെട്ടവനാണ്. അങ്ങനെയുള്ള പ്രവാചകൻ ചോദിക്കുകയാണ്, എന്റെ നാട്ടുകാർ പുറത്താക്കും ഞങ്ങൾ പറയണത്. അപ്പൊ വീണ്ടും ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് വറക്ക. നിങ്ങൾ ഈ കൊണ്ടുവന്ന ആശയവുമായിട്ട് ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ ഓരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ജനങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. ജനങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, ആട്ടിപ്പുറത്താക്കി, കല്ലെറിഞ്ഞോടിച്ചു ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഥയിൽ നിന്ന് ചില കാര്യങ്ങൾ, ചില വഴി എളുപ്പമാണ്. ഇന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പോകാണ്ട് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കുണ്ട് ഈ കഥകളിൽ, ഈ ചരിത്രങ്ങളിൽ നമുക്ക് ഗുണപാഠങ്ങളും നമുക്ക് ജീവിതത്തിലേക്കുള്ള എളുപ്പങ്ങളും ഉണ്ട്. നമ്മൾ യഥാർത്ഥ ദീനിലാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ദീന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിച്ചാൽ മതി. നമ്മൾ പഠിച്ച ദീനുണ്ടല്ലോ, അത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ, പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കും ഈ പറയപ്പെട്ട പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ഏതായിരുന്നാലും ഈ എന്തിന് പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കണം, അവരുടെ ചരിത്രം എന്ത് പഠിക്കണം എന്ന് ചോദിച്ചാൽ അവർ നമുക്കുള്ള റോൾ മോഡലുകളാണ്, മാതൃകായോഗ്യരാണ്. അപ്പൊ നമ്മൾ അവരുടെ ജീവിതം സ്വീകരിച്ചാൽ നമ്മുടെ വഴി എളുപ്പമാകും. അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ആ ഗുണപാഠങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താനും കഴിയും. ഇത്രയുമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വന്ന ഓരോ ഭാഗങ്ങളും, ഒന്ന്, ആരാണ് നബിമാരെന്ന് പറഞ്ഞു, എന്തിനാണ് പ്രവാചകന്മാരുടെ നിയോഗം എന്ന് പറഞ്ഞു, എത്ര പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, അതിൽ പേര് പറയപ്പെട്ടവരും പേര് പറയപ്പെടാത്തവരും ആരൊക്കെയാണെന്ന് പറഞ്ഞു, നുബുവത്തും റിസാലത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു, പ്രവാചകന്മാർ മനുഷ്യരാണ് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം പറഞ്ഞു, എന്തിനാണ് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഒരു ലോകത്തേക്ക് കടന്നു വന്ന പേര് പറയപ്പെട്ട പ്രവാചകന്മാർ ആരൊക്കെയാണ് എന്നും പറഞ്ഞു. അവിടെ ഒരു ചോദ്യം, റജുല് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ വന്നു, ഒരാള് വന്നു, ഒരു പുരുഷൻ വന്നു, ഇതൊക്കെയാണ് റജുല് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ പറയപ്പെട്ട ഓരോ ചരിത്രങ്ങളും, ഇനി പറയാൻ പോകുന്ന ചരിത്രങ്ങളും എല്ലാം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നേതാക്കന്മാരായ പ്രവാചകന്മാർ കയറിയ സ്വർഗത്തിന്റെ ഉന്നതമായ ഭാഗത്ത് പ്രവേശിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.